അപ്പം ഇന്ന് ഞങ്ങൾ കുറേ നാളായിട്ട് ഇൻറ്റേൺസ് എല്ലാവരും കൂടെ ഒരു കുട്ടി ട്രിപ്പ് അല്ലെങ്കിൽ ഒരു കുട്ടി പുറത്തു പോലെ ആലോചിക്കുന്നുണ്ടായിരുന്നു. അത് ഇന്നാണ് നടക്കുന്നത്. അപ്പം ഞാൻ രാവിലെ കലാഭവനിൽ വന്നു. ഇപ്പോൾ ഇതാ ടൗൺ മെട്രോ സ്റ്റേഷനിലേക്ക് നടക്കുവാണ്. അവരവിടെ വരും. നമ്മളെല്ലാവരും കൂടെ അവിടെ വെയിറ്റ് ചെയ്തിട്ട് ഒരുമിച്ച് അവിടെ നിന്ന് ഫോട്ടോസിക്ക് പോകണമെന്നാണ്. എങ്ങനെയാണെന്നൊന്നും അറിയില്ല, നോക്കട്ടെ. ഇവിടെ ഒരാളെ മീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ബാക്കി രണ്ടുപേരും കൂടെ ഇപ്പം ഞങ്ങളിവിടെയാണ് ടൗൺ ഹാൾ മെട്രോ സ്റ്റേഷനിൽ. ഇവിടെ വെയിറ്റിംഗ് ആയിരുന്നു കുറച്ച് പേർക്ക് വേണ്ടി. അതുകൊണ്ട് നമ്മൾ ചാർക്കോളിൽ കയറിയിട്ട് എന്തെങ്കിലും ഫ്രഷ് ജ്യൂസസ് കുടിക്കാമെന്ന് വിചാരിച്ചു. ജ്യൂസാണ് കുടിച്ചു നോക്ക്. എറണാകുളത്ത് വന്നിട്ടുള്ള ബസ്സല്ലല്ലോ. അയ്യോ എൻ്റെ മറന്നായി. നോക്ക്, സ്കിന്നിന് നല്ലതാണ്. ഓ അപ്പം നമുക്ക് നമ്മുടെ വാട്ടമരണ നല്ലതെന്നൊക്കെ പറഞ്ഞു. വാട്ട മെട്രോ കയറാൻ പോവാണ്. വാട്ട മെട്രോയിൽ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ കയറാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പോഴേ അങ്ങ് കയറി പോകണം. ഞാൻ കുറച്ച് നേരത്തെ അവിടെ എത്തി. നമുക്ക് ലേറ്റ് ആകത്തില്ല. വെയിറ്റിംഗ് ഏരിയയിൽ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. 1 മണിക്കൊരു മെട്രോ ഉണ്ടെന്നൊക്കെ പറഞ്ഞു, പക്ഷേ അത് കണ്ടില്ല. ഇനി ആ വരുന്നതാണോ എന്ന് അറിയത്തില്ല, നോക്കട്ടെ. അങ്ങനെ ഞങ്ങൾ വാട്ട മെട്രോയിലേക്ക് കയറുവാണ്. വാട്ട മെട്രോ റൈഡൊക്കെ കഴിഞ്ഞ് അതാ ഫോർട്ട് കൊച്ചി വാട്ട മെട്രോ എന്നൊക്കെ ഇറങ്ങി ഞങ്ങൾ അവരുടെ അടുത്തേക്ക് പോവാണ്. നമ്മളിപ്പം ഏതോ കഫേയിലേക്ക് പോവാണ് കേട്ടോ. അവരുടെ വെയിറ്റിംഗ് ആണ്. ഫോർട്ട് കൊച്ചി തെരുവിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. എൻ്റെ നിഗമനം വെച്ചിട്ട് ഇത് ബിലാലിക്കൻ്റെ വീടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഞങ്ങളിപ്പം ഒരു സ്ഥലത്തേക്ക് പോകുന്നതുകൊണ്ട് എവിടെയും നിൽക്കാണ്ട് പോയിക്കൊണ്ടിരിക്കാം. വിജനമായ ഫോർട്ട് കൊച്ചി. ഫൈനലി വേവറി സീകൾ. ഇതാണ് ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരുന്ന സാധനം. എന്താ ഈ ആനയൊക്കെ ഉണ്ടല്ലോ, നോക്കട്ടെ. അയ്യോ ചിത്തിര പ്രേതമൊക്കെ പോണ പോലെ. അയ്യോ പക്ഷെ മുടി അഴിച്ചിട്ട് എപ്പോഴാണ് കേട്ടോ കാണുന്നത്. ഇവര് കൂട്ടായോ? ഷീഷോറോ? She sells seashells on the seashore. She sells seashells on the seashore. Speed. She sells seashells on the seashore. She sells seashells on the seashore. Seashells അല്ല, she sells seashore. പോയി. നടന്ന് ക്ഷീണിച്ച് മതിയായ? ഇനി എന്താ വേണ്ടേ? വീട്ടിൽ പോവാ. എങ്ങനെയുണ്ട് ഫോട്ടോ വെച്ച്? എനിക്ക് മതിയായില്ല. എനിക്ക് അതങ്ങനത്തെ അത് വേറെ വൈബുള്ളൊരു കുട്ടി. ഞങ്ങൾക്ക് മതി.